നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം കാണുന്നത് നിങ്ങളുടെ ഫോളോവേഴ്സ് മാത്രമല്ല, ഇൻകം ടാക്സ് കൂടെ കാണുന്നുണ്ട്. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഫ്ലെക്സ് ചെയ്യുന്നുണ്ടാവും നല്ല കാറിൻ്റെ കൂടെ, അല്ലെങ്കിൽ നല്ല ലൈഫ് സ്റ്റൈൽ നിങ്ങൾ ഫ്ലെക്സ് ചെയ്യുന്നുണ്ടാവും. എങ്കിൽ ശ്രദ്ധിക്കുക, നിങ്ങളെ എല്ലാ നീക്കങ്ങളും ഇൻകം ടാക്സ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ITR പ്രകാരം നിങ്ങൾക്ക് 10 ലക്ഷമാണ് നിങ്ങളുടെ ഇൻകം. പക്ഷേ നിങ്ങൾ ഫ്ലെക്സ് ചെയ്യുന്ന ലൈഫ് സ്റ്റൈൽ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ ഹയർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സിന് മനസ്സിലാവും നിങ്ങളുടെ കയ്യിൽ ഹിഡൻ ആയിട്ടുള്ള അൺഅക്കൗണ്ടഡ് ആയിട്ടുള്ള മണി ഉണ്ട് എന്നുള്ളത്. ഇത് ഇൻസ്റ്റഗ്രാം മാത്രമല്ല, നിങ്ങളുടെ കംപ്ലീറ്റ് ലൈഫ് സ്റ്റൈൽ ഇൻകം ടാക്സും സർക്കാരും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ്, UPI, അതേപോലെ തന്നെ നമ്മുടെ ഷോപ്പിംഗ് സൈറ്റുകൾ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, നമ്മുടെ ട്രാവലിംഗ് ഹിസ്റ്ററി, ഇതെല്ലാം ഇൻകം ടാക്സ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം വെച്ച് ഇവർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന എമൗണ്ടിനേക്കാൾ കൂടുതൽ നമുക്ക് വരുമാനമുള്ളതായിട്ട് ഇവർക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ സ്വാഭാവികമായും നമ്മൾ വെളിപ്പെടുത്തേണ്ടി വരും. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ സ്വന്തം ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപയുടെ മുകളിൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള കണക്കും കാര്യങ്ങളും നമുക്ക് കാണിക്കാൻ പറ്റണം. അല്ലാത്ത പക്ഷം അതും അൺഅക്കൗണ്ടഡ് മണി ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇതിന് വരുന്ന പിഴ അല്ലെങ്കിൽ ഇതിന് വരുന്ന ഫൈൻ എന്ന് പറയുന്നത് 200% വരെ പോകാം. ഇങ്ങനത്തെ ഒരുപാട് പുതിയ നിയമ ഭേദഗതികളാണ് കഴിഞ്ഞ ബജറ്റിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പം ഡിജിറ്റൽ ട്രാൻസാക്ഷൻ മാത്രമാണ് ഇൻകം ടാക്സിന് അറിവ് കിട്ടാന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ശുദ്ധ അസംബന്ധമാണ്. നിങ്ങൾ ക്യാഷ് ആയിട്ടോ നോൺ ക്യാഷ് ആയിട്ടോ ഡിജിറ്റൽ ആയിട്ടോ നിങ്ങൾ ഏത് രീതിയിൽ നിങ്ങൾ എന്ത് ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാലും അത് ഇൻകം ടാക്സിന് അറിയും.